പച്ചമാങ്ങ എറിഞ്ഞു വീഴ്ത്തി അത് ഉപ്പ് കൂട്ടി തിന്നാൽ അത്രയും സ്വാദുള്ളൊരു ഭക്ഷണം ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നമുള്ള ഒരാൾ MV മുഹമ്മദ് ആയിരുന്നു. MV മുഹമ്മദ് അവൻ്റെ കയ്യിൽ കട്ടച്ചൻ എന്ന് പറയുന്നൊരു പഴയ കല്ലുണ്ടായിരുന്നു, അണ്ടിക്കുഴി കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കല്ലാണ്. അതെടുത്ത് ബിസ്മി ചൊല്ലി ഒരു ഏറെറിഞ്ഞാൽ ഏത് തുന്നത്തെ പച്ചമാങ്ങയും താഴെ വീഴും. വീഴ്ത്തിയാൽ അവനത് കടിക്കും. അവൻ കടിച്ചാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആഢ്യൻ നമ്പൂതിരി, കക്കാട്ടുമനക്കിലെ വാസവൻ നമ്പൂരിക്കുട്ടി പറയും, മുഹമ്മദേ താൻ കടിച്ചു അല്ലേ, മാപ്പിളാർ കടിച്ചൊന്നും കടിക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, എന്നാലും ഇവിടെ തരിക എന്ന് പറഞ്ഞ് ആ മാങ്ങ വാങ്ങി അയാളൊരു സാമർത്ഥ്യം കാണിക്കും. ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടി കടിക്കും. ഷർട്ട് കൂട്ടി കടിച്ചാൽ ഈ മുഹമ്മദിൻ്റെ തുപ്പൽ വായിലാവാതിരിക്കാതെ. എനിക്ക് അതിനൊന്നും ക്ഷമയുണ്ടാവാറില്ല. കൊതി സഹിക്ക വയ്യാതെ മുഹമ്മദിൻ്റെ വായേന്ന മാങ്ങ എടുക്കും. ഈ പച്ചമാങ്ങ തിന്നാൽ ഉമിനീര് ഒരുപാട് പുറത്തേക്ക് വരും. മുഹമ്മദിൻ്റെ ഉമിനീരോട് ചേർന്ന മാങ്ങ ഞാൻ എത്രയോ തിന്നു. എൻ്റെ വായിൽ നിന്ന് മാങ്ങ എടുത്ത് എൻ്റെ ഉമിനീരോട് കൂടിയ മാങ്ങ എത്രയോ മുഹമ്മദും തിന്നു. വിദ്യാഭ്യാസ കാലത്ത് പച്ചമാങ്ങ തിന്ന വകയിൽ മാത്രം എൻ്റെ എത്ര ഉമിനീരാണ് മുഹമ്മദിൻ്റെ വയറ്റിൽ പോയി ദഹിച്ചത് എന്നതിന് കണക്കില്ല. മുഹമ്മദിൻ്റെ എത്ര ഉമിനീരാണ് എൻ്റെ വയറ്റിൽ വന്ന് ദഹിച്ചത് എന്നതിനും കണക്കില്ല. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനമുണ്ടായി. ഈ രാജ്യത്ത് ഏത് ഫാഷിസം വന്നാലും, ഏത് വർഗീയത വന്നാലും, ഏത് പൗരത്വ ഭേദഗതി നിയമം വന്നാലും എന്നെയും മുഹമ്മദിനെയും വേറെയാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് പറയാനുള്ള മാനവിക വിദ്യാഭ്യാസം എൻ്റെ തലമുറകളുടെയും നിങ്ങളുടെ തലമുറയ്ക്കും കിട്ടി.